അങ്ങനെ മറ്റൊരു ഓണക്കാലം കൂടി വരികയാണ് അല്ലേ. എല്ലാവരും പലതരത്തിൽ ഓണാഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലെ വനിതാ എംപ്ലോയീസ് ഒരു ഓണാഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഓണാഘോഷത്തിലേക്കാണ് ഇനി പോകുന്നത്. ഇതെന്താ ഇങ്ങനെ? ഓണാഘോഷത്തിന് മാവേലി നാട് വാണിടും കാലാണെങ്കിൽ ഓക്കെ, പുതിയ ട്രെൻഡ് അനുസരിച്ച് ഏത് മൂഡ്, ഓണം മൂടാണെങ്കിലും ഓക്കെ. ഇതിപ്പോ എന്താ ഇങ്ങനെ? നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. മനസ്സിലായില്ല? ഊരിപ്പിടിച്ച വടിവാളുകൾക്ക് നടുവിലൂടെ നടന്ന മനുഷ്യനാണ്. സോ ഓണായാലും ബക്രീദായാലും ക്രിസ്മസ് ആയാലും മുഖ്യമന്ത്രിക്ക് ഒരു വാഴ്ത്തുപാട്ട് അത് നിർബന്ധാണേ. പാട്ടും മേളവും തുടങ്ങട്ടെ. പാർട്ടിയില് വ്യക്തി ആരാധന ഇല്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം പേരിലുള്ള പാട്ട് കേട്ട് ധൃതങ്ക പുളകിതനാവുന്ന കണ്ട. ഓണപരിപാടിക്കിടയിൽ കാണാൻ പറ്റിയ കാഴ്ച തന്നെ. എല്ലാരോടും കൂടി ഒരു അറിയിപ്പുണ്ട്. നമ്മുടെ നാട് മാവേലി നാടല്ലേ, എല്ലാരെയും ഒരുപോലെ കാണണമെന്നല്ലേ നമ്മള് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ കോമ്രേഡ്സ് സ്ട്രാറ്റജിക്ക് ഒന്ന് മാറ്റാൻ തീരുമാനിച്ചിട്ടാ. അതെ, വിശ്വാസികൾ ഇനി ചേർത്ത് നിർത്താനാണ് അവരുടെ തീരുമാനം. ഹൈ, അതിനു വേണ്ടിട്ടല്ലേ അയ്യപ്പ സംഗമൊക്കെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അയ്യപ്പ സംഗമം CPMന്റെ ഒരു ദുഷ്ടലാക്കിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നതാണ്. എന്താണ് ഈ ഗവൺമെന്റ് ഇപ്പൊ പെട്ടെന്ന് അയ്യപ്പനോടൊരു സ്നേഹം തോന്നിയിട്ടുള്ളത്? അത് പിന്നെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല, പെട്ടെന്ന് നമ്മുടെ കോമ്രേഡ്സിന് ഒരു ദൈവവിളി വന്നു. അങ്ങനെ വിശ്വാസികളോട് ഭയങ്കര സ്നേഹം തോന്നി. അതാ സംഭവിച്ചത്. അല്ലാണ്ട് നിങ്ങൾ വിചാരിച്ച പോലെ തെരഞ്ഞെടുപ്പൊന്നും ചേച്ചേ. ആഗോള അയ്യപ്പ ഭക്തരെ ഒരു വേദിയിൽ കൊണ്ടുവരിക എന്നത് ആത്മീയ, സാംസ്കാരിക, സാമൂഹിക, ധാർമ്മിക സംഗമം എന്ന രൂപത്തിലേക്ക് അത് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. ഇപ്പം നമ്മുടെ കോമ്രേഡ്സിന്റെ മുഖത്തേക്കൊന്ന് നോക്കി, എന്തൊരു ചൈതന്യം. എല്ലാവർക്കും ഒരേ ചിന്ത മാത്രം, അയ്യപ്പ സംഗമം, വിശ്വാസികൾ. ഇനി അങ്ങോട്ട് മൊത്തം ശാന്തിയും സമാധാനവും മാത്രം. വിശ്വാസികൾക്കൊപ്പമാണ് CPIM. പിന്നെ അടുത്ത ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ പറ്റി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഓ മൈ ഗോഡ്, ഗോവിന്ദമ്മ ശാഖ മാറിയിരിക്കുന്നു. എവിടെ വിപ്ലവവും തത്വചിന്താപരമായ ചിന്താസരണികളൊക്കെ എവിടെ പോയി? രാഷ്ട്രീയമായ ഉദ്ദേശത്തോടുകൂടി മതത്തെയും വിശ്വാസത്തെയും കൈകാര്യം ചെയ്യുന്നവരുടെ പേരാണ് വർഗീയവാദികൾ. അല്ല, വ്യക്തയില്ല. ഒന്നുകൂടി ഞാൻ പറയാം. മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ പ്രക്രിയയുടെ പേരാണ് വർഗീയത എന്ന്. അല്ല പക്ഷേ, അപ്പോ ശബരിമല യുവതി പ്രവേശനത്തിന്റെ കാര്യം എങ്ങനെയാ? വിശ്വാസികൾക്ക് അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നല്ലോ. നമ്മുടെ പാർട്ടിയാണെങ്കിൽ സ്ത്രീകളെ അവിടെ കയറ്റിയേ തീരൂ എന്നുള്ള ദൃഢനിശ്ചയത്തിലായിരുന്നു. ഏത്? ഞാൻ അത് സംബന്ധിച്ച് ഒരു കാര്യവും ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതെല്ലാം കഴിഞ്ഞു പോയ അധ്യായമാണ്. പിന്നെ അതിന്റെ മേലെ ചുറ്റിപ്പറ്റി തുടങ്ങുന്നതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. അതിന് വേറെ ആളെ നോക്കുന്നതല്ലേ. എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. അപ്പോ ജെൻഡർ ഈക്വാലിറ്റി, സ്ത്രീപക്ഷം അതൊക്കെ പോയോ? ഞാൻ യുവതി പ്രവേശനം അധ്യായം വിട്ടു. ഞാൻ വിട്ടു. ഇനി വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കണ്ട. കോമ്രേഡ്സിന്റെ വിപ്ലവം എന്ന് എല്ലാരും പറഞ്ഞ ശബരിമല യുവതി പ്രവേശത്തിന്റെ കാര്യം അവര് വിട്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യം. ഇനി അതൊന്ന് ഓർമ്മിപ്പിക്കൽ എന്റെ പൊന്നേന്ന് CPM സംസ്ഥാന സെക്രട്ടറി എന്നെ പറഞ്ഞിരിക്കുകയാണ്. സോ ഇനി അങ്ങോട്ട് സഖാക്കളുടെ ആത്മീയ കാലം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്. ഒരു വിശ്വാസത്തിനെതിരായ നിലപാട് ഇന്നലെ ഞങ്ങൾ എടുത്തില്ല, ഇന്നും എടുക്കുന്നില്ല, നാളെ എടുക്കൂല എന്നാണ് ഞാൻ പറഞ്ഞത്. നിലപാട് മാറ്റത്തിൽ താനൊരു രാജാവാണെന്ന് ഗോവിന്ദ മാഷ് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു നിലപാട് മാറ്റവുമായി വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.